നമസ്കാരം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് തിരിച്ചടിയാൻ പോലീസിന് നിർണായക നീക്കം. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ വച്ച് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് ഓണാഘോഷം നടത്തുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്ത പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതിയായ ജുബിൻ രാജ്, 16-ാം പ്രതി സിപിഎം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ IP ബിനു എന്നിവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കേസിൽ പ്രതികൾക്ക് ഇത് വലിയ നിയമക്കുരുക്കായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതികൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ വേളയിൽ മനഃപൂർവ്വം റീൽസ് ചിത്രീകരിക്കുകയും അത് സാമൂഹിക മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. തങ്ങൾക്ക് നിയമപാലകരിലും പോലീസിലും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടെന്ന പൊതുസമൂഹത്തെയും സാക്ഷികളെയും കാണിക്കുവാനാണ് പ്രതികൾ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഈ സ്വാധീനം ഉപയോഗിച്ച് കേസിലെ നിർണായക സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും പ്രതികൾ ശ്രമിക്കുന്നു എന്ന ആശങ്കയും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റേഷനിലെ ഊഞ്ഞാലാട്ടവും ചെണ്ടകൊട്ടും വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പോലീസിനെ തങ്ങളുടെ നിഴലിലാക്കി നിർത്തിയിരിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വാദം. പ്രതികൾക്ക് മുൻപ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയുടെ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ പ്രകാരം പ്രതികൾ മ്യൂസിയം സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അഥവാ SHO മുൻപാകെ വേണം ഒപ്പിടാൻ. എന്നാൽ പ്രതികൾ പുറത്തുവിട്ട വീഡിയോകളിൽ വ്യക്തമാകുന്നത് അവർ SHOയ്ക്ക് മുന്നിലല്ല, മറിച്ച് ഒരു ASIക്ക് മുൻപാകെയാണ് ഒപ്പ് രേഖപ്പെടുത്തിയതെന്നാണ്. കോടതി നിർദ്ദേശിച്ച കൃത്യമായ ഉപാധികൾ കാത്തിൽ പറത്തിക്കൊണ്ട് പ്രതികൾ സ്റ്റേഷനിൽ സ്വന്തം നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്നതിന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായ തെളിവായി പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കോടതി ഉത്തരവിനെ മറികടന്ന ഉദ്യോഗസ്ഥരെ നോക്കുകുത്തിയാക്കി നടത്തിയ ഈ നടപടി ജാമ്യം റദ്ദാക്കൽ പൂർണ്ണമായും പര്യാപ്തമാണെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പും പോലീസും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി. സ്റ്റേഷനകത്ത് പ്രതികൾക്ക് ആഘോഷം നടത്താൻ മൗനാനുവാദം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുസമൂഹങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അടിയന്തരമായി സ്ഥലം മാറ്റിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തുവെന്നതാണ് ഈ പ്രതികൾക്കെതിരെയുള്ള മൂലകേസ്. രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ ആ ആക്രമണ കേസിലെ പ്രതികൾക്കാണ് ഇപ്പോൾ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ജാമ്യം നഷ്ടപ്പെടാൻ പോകുന്നത്. പോലീസ് സമർപ്പിച്ച ഈ അതീവ ഗുരുതരമായ ഹർജി വരും ദിവസങ്ങളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വരും ശനിയാഴ്ചയാണ് ഈ ഹർജി പരിഗണിക്കുക. അന്ന് പ്രതിഭാഗത്തിന്റെ വാദങ്ങളും കോടതി കേൾക്കും. ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെട്ടാൽ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം കോടതി അതീവ ഗൗരവത്തോടെയാണ് സാധാരണ കാണാറുള്ളത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കെതിരെ പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കനത്ത നിയമ പോരാട്ടത്തിനാണ് തലസ്ഥാന നഗരി ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ജാമ്യത്തിൽ കഴിയുന്ന പ്രതികൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ശ്രമിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ പോലീസിന് പൂർണ്ണ അധികാരമുണ്ട്. പ്രതികൾ സ്വയം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ ഒരു റീൽസ്, ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ തെളിവായി മാറിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ ഈ ദൃശ്യങ്ങളുടെ അസൽ പതിപ്പും സൈബർ ഫോറൻസിക് റിപ്പോർട്ടും ശനിയാഴ്ച കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇത് പ്രതിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ്. അതേസമയം പ്രതികൾ സ്റ്റേഷനിൽ വെച്ച് കാട്ടിയ രാഷ്ട്രീയ സ്വാധീനത്തിൽ കേസിലെ പ്രധാന സാക്ഷികൾ വലിയ ഭീതിയിലെന്നാണ് സൂചനകൾ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് നേരിട്ട സാക്ഷികളായ പ്രദേശവാസികളും മറ്റുദ്യോഗസ്ഥരും തങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ആശങ്കയുണ്ട്. പ്രതിപക്ഷത്തിലെ പ്രമുഖ നേതാക്കളൊക്കെ പ്രതിപട്ടികയിലുള്ള ഈ കേസിൽ പോലീസുകാർ പ്രതികൾക്ക് മുന്നിൽ വിനീതരായി നിൽക്കുന്ന കാഴ്ച പുറത്തുവന്നത് സാക്ഷികളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇടയാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സാക്ഷികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമെന്ന ആവശ്യവുമായി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായാണ് വിവരം. വിവാദ സംഭവത്തിൽ മ്യൂസിയം സ്റ്റേഷനിലെ 7 ഉദ്യോഗസ്ഥരെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ ഭരണപക്ഷം തയ്യാറായിട്ടില്ല. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ തിരുവനന്തപുരത്തെ ചില പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതികളായ CPM നേതാക്കളുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ സാന്നിധ്യത്തിലല്ലാതെ ASIയുടെ മുന്നിൽ ഒപ്പിടാൻ പ്രതികൾക്ക് എങ്ങനെ അനുവാദം ലഭിച്ചു എന്നതിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചു.
വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേസിലെ പ്രധാന പ്രതിയായ IP ബിനു ഭരണകക്ഷിയുടെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതിനാൽ സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പോലീസിനെ പാർട്ടി സംവിധാനം ദുരുപയോഗം ചെയ്ത് അടിമകളാക്കി മാറ്റിയിരിക്കുകയാണെന്ന ഇപ്പോൾ തന്നെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ഓണാഘോഷം സ്വാഭാവികമായ ഒന്നാണെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നുമാണ് CPM കേന്ദ്രങ്ങളിലെ വാദം. എന്തായാലും ശനിയാഴ്ച തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എടുക്കുന്ന തീരുമാനം ഈ കേസിൽ നിർണായകമാണ്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കി അവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന് കഴിയാൻ തന്നെ അത് അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. മ്യൂസിയം സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കേസ് കീഴ്ക്കോടതിയിൽ ഒതുങ്ങിയില്ല എന്ന സൂചനകളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. പ്രതികൾക്ക് കടുത്ത ഉപാധികളോടെയാണ് മുൻപ് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കൃത്യമായി സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന് പുറമെ ED നേരിട്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് സൂചനകൾ. ഹൈക്കോടതി നൽകിയ ഒരു ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്ന കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് കോടതി അലക്ഷ്യ നടപടികളിലേക്ക് വരെ വഴിമാറാം. ASIക്ക് മുന്നിൽ ഒപ്പിട്ട് മടങ്ങിയ പ്രതികളുടെ നടപടി വെറുമൊരു സാങ്കേതിക പിഴവല്ല, മറിച്ച് കോടതി ഉത്തരവിനെ ബോധപൂർവ്വം വെല്ലുവിളിക്കലാണെന്ന വാദമാകും പ്രോസിക്യൂഷൻ ഉയർത്തുക. ഈ കേസിനെ രാഷ്ട്രീയ വേരുകൾ മുൻനിർത്തി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് നീളുന്നതാണ് ഈ വിവാദങ്ങൾക്ക് ഇത്രയധികം ചൂടുപിടിക്കുവാൻ കാരണമായത്. കള്ളപ്പണ ഇടപാടിൽ കേന്ദ്ര ഏജൻസി നേരിട്ട് അന്വേഷണം നടത്തുന്ന ഈ കേസിൽ പ്രതികൾക്ക് പ്രാദേശികമായി ലഭിക്കുന്ന ഇത്തരം വഴിവിട്ട സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന പോരിലേക്ക് വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനുവിന്റെ പോലീസിലുള്ള അമിത സ്വാധീനമാണ് ഈ ദൃശ്യങ്ങളുടെ വ്യക്തമാകുന്നതെന്ന് BJP കോൺഗ്രസ് നേതൃത്വങ്ങൾ ആരോപിക്കുന്നു. സ്റ്റേഷനിൽ ചുവന്ന പരവതാനി വിരിക്കുന്ന പോലീസ് സാധാരണക്കാരോട് കാണിക്കുന്ന ക്രൂരതകൾ ചർച്ചയാക്കാനാണ് സംഘടനകളുടെയൊക്കെ തന്നെ തീരുമാനം. വരും ദിവസങ്ങളിൽ മ്യൂസിയം സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതികൾ തങ്ങളുടെ ഫോണുകളിൽ ചിത്രീകരിച്ച ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ച റീൽസ് വീഡിയോകൾ ഡിലീറ്റ് ചെയ്താലും രക്ഷയില്ലെന്ന് സൈബർ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഈ ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ സൈബർ പോലീസ് ഡൗൺലോഡ് ചെയ്ത മഹസർ തയ്യാറാക്കി കഴിഞ്ഞു. ഏത് ഫോണിൽ നിന്നാണ് ഇത് അപ്ലോഡ് ചെയ്തത്, സ്റ്റേഷനകത്ത് വെച്ച് തന്നെയാണോ ഈ റീൽസ് എഡിറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കുക. പോലീസ് സ്റ്റേഷൻ പോലുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ട് പ്രതികൾക്ക് ക്യാമറ ഉപയോഗിക്കാൻ അനുവാദം നൽകിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. ശനിയാഴ്ച തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നതും വിധിയിലേക്ക് തന്നെയാണ്. പ്രതികളുടെ രാഷ്ട്രീയ പദവികൾ ജാമ്യം റദ്ദാക്കുന്നതിലേക്ക് നയിക്കുമോ അതോ കോടതി കടന്ന താക്കീതോടുകൂടി പ്രതികളെ വിട്ടയക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന് വലിയൊരു തലവേദനയായി മ്യൂസിയം സ്റ്റേഷൻ വിവാദം മാറിയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല.